എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നെല്ലിയാമ്പതി യാത്രയുടെ അടുത്ത ഘട്ടമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചത് ABT തേയില ഫാക്ടറിയുടെ മുമ്പിൽ വെച്ചായിരുന്നു നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇനി താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പോകാനുള്ളത് സ്ഥലങ്ങൾ മണലുരുട്ടി എസ്റ്റേറ്റ്, അതുകൂടാതെ കാരപ്പാറ ബ്രിഡ്ജ്, പിന്നെ കാപ്പിത്തോട്ടം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂന്നാറിൻ്റെ ഒക്കെ ഒരു പ്രതീതി തോന്നുന്നുണ്ട്. മൂന്നാറിലേക്കൊക്കെ വന്നതുപോലെ. കാരണം ഇരുവശത്തും തേയിലത്തോട്ടങ്ങളാണ്, അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾ ഇരുവശത്തും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മൂന്നാറിൻ്റെ ഒക്കെ ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു മൂന്നാറിൻ്റെ അത്രയും ഏരിയയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ. പക്ഷേ എങ്കിലും ഉള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഉള്ള തേയിലത്തോട്ടങ്ങൾ അതിമനോഹരമാണ്. തേയിലത്തോട്ടങ്ങളിലേക്ക് നടുക്കായിട്ട് പല സ്ഥലങ്ങളിലും എന്തോ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കുറെ മരങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ നിർത്തിയിട്ട് ഇവിടെ വ്യൂ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തെ കാഴ്ചകളുണ്ടോ, മൂന്നാറിനോട് കിടപിടിക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ പാലക്കാട് ജില്ലയിൽ തേയിലത്തോട്ടം ഉണ്ടെന്ന്. പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് കുറെ നെൽപ്പാടങ്ങളും കുറെ മലകളും കുന്നുകളും അതുപോലെ തെങ്ങുകളും ഒക്കെയാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് പാലക്കാട് ഇതുപോലെ തേയിലത്തോട്ടമുണ്ട് എന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച തന്നെയാണ് ഈ നെല്ലിയാമ്പതിയിലുള്ള ഈ തേയിലത്തോട്ടങ്ങൾ. അതിമനോഹരമാണ്. ഉള്ള സ്ഥലത്ത് അതിമനോഹരമായിട്ടാണ് ആ തേയിലത്തോട്ടം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ABTയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോ മാർക്കൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊക്കത്തായിട്ട് തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നവരുടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു കാഴ്ചയാണ്, അതിമനോഹരമായ കാഴ്ച. കാരണം നല്ല വെയിലുണ്ട് ഇപ്പോഴും. നല്ല വെയിലത്താണെങ്കിൽ പോലും നമ്മൾ ആ വെയിലൊന്നും വകവയ്ക്കാതെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കാരണം അത്ര മനോഹരമായ കാഴ്ചകളാണ്. ഇത് കണ്ടോ, ഈ ഒരു ചെടിയുടെ കളറൊക്കെ ഉണ്ടോ. മുകളിലായിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകൾ തേയിലത്തോട്ടത്തിലെ ജോലിക്കാർ താമസിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും അങ്ങനെ പോവുകയാണ്. കണ്ടോ, റൈറ്റ് സൈഡിൽ കുന്നും മലകളൊക്കെ ഉണ്ടോ, നെല്ലിയാമ്പതി മലനിരകൾ വളരെ മനോഹരമായ. റൈറ്റ് സൈഡിൽ ബസ് സ്റ്റോപ്പാന്ന് തോന്നുന്നു കേട്ടോ, ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിലെ KSRTCക്ക് റൂട്ടുണ്ട് കേട്ടോ, അതാണ് ആ ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളത്. പ്രൈവറ്റ് എന്തായാലും ഇതിലെ പോവില്ല. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾ നടുവിൽ കൂടിയുള്ള റോഡ്. ഒച്ചയും ബഹളവും അധികം ആളും അനക്കമൊന്നും ഇല്ലാത്ത തിരക്കൊന്നും ഇല്ലാത്ത നല്ല ഒരു വൈബ്, നല്ല റോഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി നേരെ പോകുന്നത് അടുത്ത ഒരു കാഴ്ചയിലേക്കാണ്. കാരണം എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണ് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചകളാണ്. ഒരുപാട് തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നമ്മൾ വിചാരിച്ച പോലെ, ഞാൻ ഓർത്ത് അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഓർത്തു. പക്ഷെ ഒരുപാട് സ്ഥലത്തേക്ക് തേയിലത്തോട്ടങ്ങളുണ്ട്. പിന്നെ ഈ ഒരു പ്രത്യേകത, ഈ റോഡ് ഇത്തിരി ചെറിയ റോഡാണ്. അപ്പോൾ ഇവിടുന്ന് KSRTC പോകുന്നത് നമ്മുടെ കാരപ്പാറ തൂക്കുപാലത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് KSRTC ഉള്ളതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു ബസ് അവിടുന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, ബൈക്കാണെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ള വണ്ടികൾ, കാറോ ജീപ്പോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെയുള്ള പിന്നെ ഒതുക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി ഒതുക്കി നിർത്തണം. അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചാണ് KSRTC വരുന്നതെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇപ്പം ഈ റോഡിന് കുറച്ചും കൂടെ വീതി ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വീതി കുറഞ്ഞ് വരുന്നതായിട്ടാണ്. കണ്ടോ, ഒരു ജീപ്പ് പോകുമ്പോൾ തന്നെ കഷ്ടിച്ചൊരു ബൈക്കിന് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഈ മരങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. തേയിലത്തോട്ടങ്ങളിലൊക്കെ ഉള്ളിൽ ഇതുപോലെ കുറേ സ്ഥലത്ത് മരങ്ങളുണ്ട്. അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച. അപ്പം നെല്ലിയാമ്പതിയിൽ വരുന്നവർ ഇതൊന്നും മിസ് ചെയ്യില്ല കേട്ടോ. നെല്ലിയാമ്പതിയിലുള്ളൊരു മെയിൻ കാഴ്ചയാണ്, പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്ന മണലുരുട്ടി എസ്റ്റേറ്റ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വേറെയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇപ്പം എല്ലാ സ്ഥലങ്ങളും കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ജോലിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റാത്തതാണ്. ഇവിടെ ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ജോലിക്കാരുണ്ട്. ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം. ജോലിക്കാരവിടെ തേയില നുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ടോ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ടോ, ദൂരെ മലനിരകൾ
നമ്മൾ വന്നേക്കുന്നത് തന്നെ നല്ല ഹൈറ്റിലാണ്. നെല്ലിയാമ്പതിയുടെ നല്ല ഉയരത്തിലാണ് നമുക്ക് വന്നേക്കുന്നത്. അവിടുന്ന് പിന്നെ ഉയരത്തിൽ മല കണ്ടോ? ആ മലയിലോട്ടൊക്കെ പോണ വഴി ഏതാന്ന് അറിയില്ലല്ലോ. ഈ കാണുന്ന തേയിലത്തോട്ടത്തിലൊക്കെ ദൂരെയൊക്കെ തേയില എങ്ങനെ നുള്ളിയെടുക്കുന്ന നുള്ളലല്ല കേട്ടോ. ഇപ്പൊ ഒരു വേറെ എന്തോ ഒരു സാധനം വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. കൊളുന്ത് നുള്ളുക എന്നുള്ള പരിപാടിയൊന്നും അല്ല. ഇപ്പൊ കൊളുന്ത് അവർ കട്ട് ചെയ്ത് എടുക്കുവാണ്. അത് ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോ കുറച്ച് ദൂരെയായിട്ടാണ് അവരുള്ളത്. അപ്പോൾ ഇതേ കണ്ടോ, കാറ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് സൈഡ് കൊടുക്കാനൊക്കെ. ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ, അതിമനോഹരമാണ്. ഇങ്ങനെ കിടക്കുന്നുണ്ട്, പുൽമേടുകൾ ഇങ്ങനെ കിടക്കുവാണ്. അതിമനോഹരമായ തേയിലത്തോട്ടം. പിന്നെ ഒരു പ്രത്യേകത, നമ്മുടെ മൂന്നാറ് പോലെ, അതും ഇടുക്കി എന്ന് പറയുമ്പോൾ കുന്നും മലകളൊക്കെ താഴ്വാരൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരുപാട് കുന്നും മലകളും അങ്ങനെ ഇത് കാണുന്നില്ല. തേയിലത്തോട്ടം ഉള്ള സ്ഥലങ്ങള് വിശാലമായ പാടം പോലെ ഇങ്ങനെ കിടക്കുക. കണ്ടോ, ഇത് കണ്ടോ. ഇടുക്കിയിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മൂന്നാറൊക്കെ ചെല്ലുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്കായിരിക്കും നമ്മുടെ തേയിലത്തോട്ടങ്ങൾ കൂടുതലുള്ളത്. ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെ പാടം പോലെ നിരപ്പായ സ്ഥലമാണ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ താഴെയായിട്ട് ആ ചേച്ചിമാര്, ആ തേയിലത്തോട്ടത്തിലെ ജോലിക്കാര് തേയില നുള്ളുന്നുണ്ട്, തേയില അവർ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ വണ്ടി നിർത്തിയ സ്ഥലങ്ങളിലൊക്കെ അവർ ദൂരെയൊക്കെ ആയിട്ടായിരുന്നു അവർ ആ തേയില കട്ട് ചെയ്യുന്നത്. എന്തോ ഒരു സ്ക്വയർ ഒരു സാധനം, അതിൽ വെച്ചാണ് അവർ ഈ തേയില കട്ട് ചെയ്തെടുക്കുന്നത്. അതിന്റെ കൊളുന്ത് എന്നല്ലേ പറയുന്ന സാധനത്തിന്, അതെ, കൊളുന്ത് അവർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു മരം കണ്ടോ ലെഫ്റ്റ് സൈഡിൽ, അതിമനോഹരമായ ഒരു മരം അല്ലേ, സൂപ്പർ മരം. ഇവിടെ കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ ജോലിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്താൻ പറ്റുമോ നോക്കട്ടെ. വണ്ടി നമ്മളിവിടെ വെക്കാനുള്ള ഒരു സൗകര്യം കാണുന്നില്ല. കാരണം ബസ് വന്നു കഴിഞ്ഞാൽ പണിയാവും. ബസ് മാത്രമല്ല, വേറെ ചെറിയ വണ്ടികളാണെങ്കിൽ പോലും ബുദ്ധിമുട്ടാവും. ഇവിടെ കണ്ടോ, ലോറിയിൽ സാധനങ്ങൾ കയറ്റുവാണേ. തേയില, അതായത് ഇവര് കട്ട് ചെയ്തെടുത്ത് ആ തേയില ആ ലോറി കയറ്റി കൊണ്ടുപോവുക. കണ്ടോ, അത്രയും പറ്റ വേണം നമുക്ക് പോകാൻ വേണ്ടി. അത്രയും പോലും സ്ഥലവും ഇല്ല ഇവിടെ. അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ, ജോലിക്കാര് ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ചേച്ചി ചാക്കിനകത്തൊക്കെ തേയില നിറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കാം. ഉണ്ടോ, വണ്ടി വെക്കാനുള്ള സ്ഥലവും ഇല്ല. ഇത് ഈ വഴി എങ്ങാനും ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അതാണ് ഞാൻ നിർത്താതെ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഒരു താഴെ ഒരു കുഴിയാണ്. ഇവിടെ കണ്ടോ, ഇവര് കട്ട് ചെയ്യുന്നുണ്ടോ, തേയില ഇത് ചെയ്യുന്നുണ്ടോ, വേറെ എന്തോ ഒരു സെറ്റപ്പാണ്. പണ്ടൊക്കെ പുറകിൽ ഇങ്ങനെ കൊട്ട ഇങ്ങനെ അവരൊരു സഞ്ചി പോലെ ഇട്ടിട്ട് ഇങ്ങനെ നുള്ളി അതിങ്ങനെ പുറകോട്ട് ഇടുമായിരുന്നു മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്. മൂന്നാറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവരെങ്ങനെയല്ല ചെയ്യുന്നത്, ഇവർ കട്ട് ചെയ്ത് അതൊരു പാത്രമല്ല, ഒരു എന്തോ ഒരു സംഭവം അതിനകത്തോട്ട് തന്നെ വീഴുവാണ്. കട്ട് ചെയ്ത് എന്നിട്ട് അത് കുടഞ്ഞിടുവാണ്. കണ്ടോ, ഇവര് ചെയ്യുന്നുണ്ടോ. നമ്മൾ ഈ ചെടിയൊക്കെ കട്ട് ചെയ്ത് നിർത്തൂലേ എന്ന് പറയുന്നത് പോലെ, ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ, അതുപോലെയാണ് ഇവർ ഇതിന്റെ മേളുവശം ഇങ്ങനെ മേളിൽ നിന്ന് അവർക്കറിയാം കറക്റ്റായിട്ട് ഒരാ കൊളുന്ത് അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുവാണ്. അത് കട്ട് ചെയ്തിട്ട് അവർ ഇവിടെ കൊണ്ടുവന്ന ചാക്കുണ്ടേ, ഓൾറെഡി അവരുടെ കയ്യിൽ ഒരു സഞ്ചി എന്തോ ഉണ്ട്, അതിനകത്ത് ഇട്ടിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നൊരു ചാക്കിൽ നിറച്ചു വെക്കും. ഇത് കണ്ടോ, ചാക്കല ഒരു വലിയ സഞ്ചി, അത് ഇതിനു വേണ്ടി ഉള്ളതാണ്. അപ്പൊ അതിന്റെ നുള്ളിയത് അവരിവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇങ്ങനെ നിറച്ചു വെക്കും. അപ്പൊ അതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും തോന്നില്ല. ഇപ്പോ ഫുഡും കഴിക്കണം, നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. കാരണം ഇനി ഒരുപാട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കടകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്ക് വണ്ടി നിർത്തി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. അപ്പൊ നമുക്കിനി കാരപ്പാറ, തൂക്കുപാലം, അതുകൂടാതെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അത് കാണണം. പിന്നെ കാപ്പി തോട്ടമുണ്ട്, വിക്ടോറിയ എസ്റ്റേറ്റ്, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അടുത്ത ഹോട്ടൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മള് ഒരു ഹോട്ടൽ, അവിടെ ഹോട്ടലല്ല, വേറെ എന്തോ കടകളാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, അതും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഒരു കട കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.